അമേരിക്കൻ സർവകലാശാലകളിൽ പഠിക്കാനായി ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് അപേക്ഷ സമർപ്പിക്കുന്നത്. അമേരിക്കയിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം രാജ്യത്തോ മറ്റ് രാജ്യങ്ങളിലോ ജോലിയിൽ പ്രവേശിക്കാമെന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കുടിയേറ്റം. എന്നാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർശന വിസ നയങ്ങളുടെ ഭാഗമായി യുഎസിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം ജോലി ലഭിക്കാതെ വെറും കൈയോടെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ഭൂരിഭാഗം വിദ്യാർത്ഥികളും. ഇത് സംബന്ധിച്ച് ഇക്കഴിഞ്ഞ ദിവസം ടെക് ഇൻഫ്ലുവൻസറായ ഡി ദാസ് പങ്കുവച്ച ഒരു പോസ്റ്റ് ശ്രദ്ധ നേടുകയാണ്. ട്രംപ് ഭരണകൂടം വിസ നിയമങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനാൽ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾക്കും തൊഴിൽ രഹിതരായി തിരികെ വരേണ്ടി വരുമെന്നാണ് ഡിയുടെ മുന്നറിയിപ്പ്. ഏകദേശം 1,50,000-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ ജോലി ലഭിക്കില്ലെന്നും അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ യുഎസിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം 3 ഇരട്ടിയായി 3 ലക്ഷമായി ഉയർന്നു. ഈ സാഹചര്യത്തിൽ വായ്പയെടുത്ത പണം ഉപയോഗിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് വലിയ തിരിച്ചടിയാകുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജോലി അന്വേഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിരവധി തടസ്സങ്ങൾ ഉണ്ടാകുമെന്നാണ് ഡി ദാസിന്റെ മുന്നറിയിപ്പ്. ഈ പ്രതിസന്ധിക്ക് 4 പ്രധാന കാരണങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഒന്നാമതായി, എല്ലാവർക്കും വേണ്ടത്ര ജോലി ഒഴിവുകൾ അവിടെയില്ല. ഏകദേശം 70% ഇന്ത്യൻ വിദ്യാർത്ഥികളും കമ്പ്യൂട്ടർ സയൻസോ എഞ്ചിനീയറിംഗോ ആണ് തിരഞ്ഞെടുക്കുന്നത്. ഈ മേഖലയിൽ ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. പക്ഷേ പഠിച്ച് ഇറങ്ങുന്നവരുടെ എണ്ണത്തിനനുസരിച്ച് ജോലിയുടെ എണ്ണം കുറവാണ്. രണ്ടാമതായി, പലരും ലോൺ എടുത്താണ് പഠിക്കുന്നത്. അതുകൊണ്ട് ജോലി കിട്ടിയില്ലെങ്കിൽ തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. ജോലി കിട്ടിയില്ലെങ്കിൽ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുമെന്ന അവസ്ഥയും ഉണ്ടാകും. ഇത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾക്കും കാരണമാകും. മൂന്നാമതായി, വിസ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കി. ഇപ്പോൾ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിലാണ് H-1B വിസ നൽകാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. തുടക്കത്തിൽ കുറഞ്ഞ ശമ്പളമുള്ളവർക്ക് വിസ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കൂടാതെ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്, F-1 വിസ എന്നിവയുടെ എണ്ണവും കുറച്ചു. നാലാമതായി, പരിചയസമ്പന്നരായ ആളുകൾക്കാണ് ഇപ്പോൾ കൂടുതൽ ഡിമാൻഡ്. കമ്പനികൾക്ക് ഇപ്പോൾ കൂടുതൽ പരിചയസമ്പത്തുള്ള പ്രൊഫഷണലുകളെയാണ് വേണ്ടത്. ഇത് പുതിയതായി പഠിച്ചിറങ്ങുന്നവരുടെ അവസരങ്ങൾ കുറയ്ക്കുന്നു. ഒരു കാലത്ത് അമേരിക്കയിൽ മാസ്റ്റേഴ്സ് ബിരുദം എന്നത് നല്ല ജീവിതത്തിനുള്ള ഉറപ്പായിരുന്നു. എന്നാൽ ഇപ്പോൾ മത്സരവും നിയമങ്ങളും കടുപ്പമായതോടെ ഈ വഴി അത്ര എളുപ്പമല്ലെന്ന് ഡി ദാസ് കൂട്ടിച്ചേർത്തു. അതേസമയം യുഎസിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വലിയ കുറവ് രേഖപ്പെടുത്തിയെന്ന റിപ്പോർട്ടുകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു. 2025 ജൂലൈയിൽ വിദ്യാർത്ഥികളുടെ എണ്ണം 46% കുറഞ്ഞു. വിസ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയതും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ജോലി സാധ്യതകൾ കുറഞ്ഞതുമാണ് പ്രധാന കാരണങ്ങൾ. യുഎസിൽ 2024-25 അധ്യയന വർഷത്തിൽ 4,20,000-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നു. ഇത് രാജ്യത്തെ മൊത്തം വിദേശ വിദ്യാർത്ഥികളുടെ 27%. സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ STEM പോലെയുള്ള കോഴ്സുകൾക്കായിരുന്നു കൂടുതൽ പേരും പോയത്. എന്നാൽ 2025 ജൂലൈയിൽ കാര്യങ്ങൾ മാറി. പുതിയതായി എത്തുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം കുത്തനെ കുറഞ്ഞിരിക്കുകയാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.